നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആർഗ്യുമെൻറ്റിനെ കുറിച്ചിട്ടായിരുന്നു. ആർഗ്യുമെൻറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 ആണ് അല്ലേ. അതുപോലെ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ, ആർഗ്യുമെൻറ്റ് ഓഫ് Z പറഞ്ഞിരുന്നു. അതായത് ഇത് നമ്മൾ തീറ്റ എന്നുള്ള ആംഗിളിനെയാണ് പറഞ്ഞത്. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y/x ആയിരുന്നു. ഇവിടെ തീറ്റ വാരി ചെയ്യുന്ന ആ റീജിയൻ അല്ലേ, അതെവിടെ, അതിനെ നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണിത്. അപ്പോൾ ഇതൊരിക്കലും ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 നോട്ട് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണ്. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഇവിടെ ഇതിൽ തന്നെ ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 അല്ലേ. സപ്പോസ് ഞാൻ Z1 is equal to -1 Z2 is equal to I എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ Z1 into Z2 എന്താ വരിക? Z1 into Z2 പറഞ്ഞാൽ മൈനസ് I അല്ലേ, -1 into I എന്ന് പറഞ്ഞാൽ -I വരും. അപ്പം ഞാനിവിടെ ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 ആണ്. ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ആർഗ്യുമെന്റ് ഓഫ് -1 അല്ലേ, -I, ആർഗ്യുമെന്റ് ഓഫ് -I എന്ന് വരിക. അപ്പോൾ ഇവിടെ ഇത് ഏതാണ് വാല്യൂസ്? -I എന്ന് പറഞ്ഞാൽ ഇവിടെ x ഈക്വൽ ടു 0യും y ഈക്വൽ ടു -1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആംഗിൾ എന്താ വരിക? ആംഗിൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y/x എന്ന് വരും. -1/0 പറഞ്ഞാൽ ടാൻ അൺഡിഫൈൻഡ് ആണ്. എപ്പോഴാണ് ഇൻഫിനിറ്റി വരുന്നത്? തീറ്റ ഈക്വൽ ടു π/2 അല്ലേ. അപ്പോൾ ആംഗിൾ π/2 ആണെന്ന് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ലൈ ചെയ്യുന്നത് എവിടെയാണ്? 0 -1 ആണ് അല്ലേ. 0 -1 എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നത്? ഇത് എവിടെയാണ്? ഫോർത്ത് ക്വാഡ്രന്റിലാണ് അല്ലേ. ഫോർത്ത് ക്വാഡ്രന്റിലാണ്. ഫോർത്ത് ക്വാഡ്രന്റിലാകുമ്പോൾ ആൽഫ, നമുക്ക് ഇവിടെ തീറ്റ ആൽഫ എന്നുള്ള ആംഗിളിനെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? -α എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് π/2 കിട്ടിയപ്പോൾ നമ്മൾ എന്ത് എഴുതും? -π/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് എന്താന്ന് കിട്ടും? -π/2 എന്ന് കിട്ടും. ഇത് ചില പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ആർഗ്യുമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ആർഗ്യുമെന്റ് ഓഫ് -I ഈക്വൽ ടു -π/2 ആണ് കിട്ടി. അതുപോലെ ഇനി നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് Z1, ആർഗ്യുമെന്റ് ഓഫ് Z1 കാണാം. ആർഗ്യുമെന്റ് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ എന്താ ഒരു ആർഗ്യുമെന്റ് ഓഫ് Z1 എന്താണ്? -1 അല്ലേ. അവിടെ എന്താണ്? -1 ആണ്, y 0 ആണ്. അപ്പം നമുക്ക് തീറ്റ എങ്ങനെ കാണാം? ടാൻ ഇൻവേഴ്സ് ഓഫ് y/x അല്ലേ. അപ്പോൾ ഈക്വൽ ടു 0 എന്നല്ലേ. ഇത് ആംഗിൾ 0 ആണെന്ന് കിട്ടിയില്ലേ. തീറ്റ 0 ആകുമ്പോൾ തന്നെയാണ് ടാനിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ തന്നെയാണ് ഇത് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിലാണ്? -1 0 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് അല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആൽഫ എന്നുള്ള ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ π - ആൽഫ ആയിട്ട് മാറും അല്ലേ. അതായത് എന്ത് വരും? നമുക്ക് π - 0 എന്ന് വരും, ദാറ്റ് ഈസ് π എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? π എന്ന്. ഇനി അതുപോലെ എന്ത് ചെയ്യുക? ആർഗ്യുമെന്റ് ഓഫ് -I കാൽക്കുലേറ്റ് ചെയ്യാം. ആർഗ്യുമെന്റ് ഓഫ് Z2 അല്ലേ, അതായത് എന്തൊരു ആർഗ്യുമെന്റ് ഓഫ് -I വരും. ആർഗ്യുമെന്റ് ഓഫ് -I ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ π/2 എന്നാണ് വരുന്നത്. ഓക്കെ, π/2. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഇവിടെ x എന്തായിരുന്നു? x 0 ആണ്, y -1 ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് π/2 കിട്ടി. ആർഗ്യുമെന്റ് ഓഫ് -1 -I π/2 ആണ് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? π പ്ലസ് π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/2 എന്ന് വരും അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ എന്താണ്? -π/2ഉം ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് Z2, ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ 3π/2 വരുന്നത്. അപ്പോൾ ഇത് എന്തെല്ലാം കിട്ടി? നോട്ട് ഈക്വൽ ടു അല്ലെ, ഈക്വൽ അല്ലാന്ന് കിട്ടി. ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 നോട്ട് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2. ഇത് -π/2 ആണ്, ഇത് 3π/2 ആണ്. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. ക്ലിയർ ആയില്ല? അപ്പോൾ എപ്പോഴും ഈ കാര്യം ഓർത്ത് വെക്കുക. ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 നോട്ട് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണ്. ഈ ക്യാപിറ്റൽ ഇത് കിട്ടും ഈ ഒരു ആർഗ്യുമെന്റ്. ഇതാണെന്നുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് Z1 Z2 ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് Z2 ആണ്. ഇതിനുള്ള എക്സാമ്പിൾ ആണിത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം പറയുന്നതിന് മുമ്പ് ഒരു യൂളേഴ്സ് ഫോർമുല ഉണ്ട്, അതെന്താന്ന് നോക്കാം. ദ ഇക്വേഷൻ e⁻i⁻θ ഈക്വൽ ടു cos θ പ്ലസ് I sin θ for any real value of θ is known as the Euler's formula.
എന്താ പറയുന്നത്, യൂളേഴ്സ് ഫോർമുല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, യൂളേഴ്സ് ഫോർമുല എന്ന് പറയുന്നത്, e⁻ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എഴുതുന്നത് അല്ലേ. സാധാരണ നമ്മൾ പോളാർ ഫോമിൽ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ എഴുതാറുള്ളത്, r cos θ പ്ലസ് i sin θ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, z is equal to r, ഇതെന്താണ്, ഇതാണ് cos θ പ്ലസ് i sin θ ആണ് എന്ത് വരുന്നത്, e⁻ അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്, ഒരു കോംപ്ലക്സ് നമ്പറിനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഈ യൂളേഴ്സ് ഫോമുല അപ്ലൈ ചെയ്തിട്ട് എഴുതുന്നതാണ്. യൂളേഴ്സ് ഫോമുല പറഞ്ഞാൽ e⁻ cos θ പ്ലസ് i sin θ എന്നുള്ളതിന് നമ്മൾ യൂളേഴ്സ് ഫോമുല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം അറിയാം, z is equal to r cos θ പ്ലസ് i sin θ ആണ്. അതിൽ നമുക്ക് z is equal to r, ഇതിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം, e⁻ എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഈ എക്സ്പോണൻഷ്യൽ ഫോം ആണെന്നുണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫോമിന് 3 പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. അതായത് e⁻ into e⁻ നമുക്ക് എങ്ങനെ എഴുതാം, e⁻1 into e⁻2. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ജസ്റ്റ് പ്രോപ്പർട്ടീസ് പറയുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ. e⁻i into എങ്ങനെ എഴുതാം, θ1 പ്ലസ് θ2 എന്ന് എഴുതാം അല്ലെ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ e⁻2 into e⁻3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, e⁻2 പ്ലസ് 3 എന്നാണ് എഴുതാം അല്ലേ. ഇവിടെ കോംപ്ലക്സ് നമ്പർ ആണ്, e⁻1 into e⁻2 e⁻i into θ1 പ്ലസ് θ2 എന്ന് എഴുതാം. അതുപോലെ ഡിവിഷൻ അല്ലേ, ഡിവിഷൻ എങ്ങനെ വരും, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ e⁻i θ1 ഡിവൈഡഡ് ബൈ e⁻i θ2 എന്ന് പറഞ്ഞാൽ എന്തൊരു നെഗറ്റീവ് വരും അല്ലേ, e⁻i θ1 മൈനസ് θ2. ആർഗ്യുമെന്റ് ചേഞ്ച് വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ ഇൻവേഴ്സിന്റെ കേസിലാണല്ലോ 1/e⁻i എങ്ങനെ എഴുതാം, e⁻ മൈനസ് i θ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻i into മൈനസ് θ എന്ന് എഴുതാം. ഇവിടെ ഈ z is equal to r e⁻i θ, ഇത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ആണ്. ഇനി നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിന്റെ അനലിറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ പറയുമ്പോഴും ഒരു സർക്കിളിന്റെ പോളാർ ഫോം ആണിത്. ഓക്കെ, സർക്കിളിന്റെ z is equal to r e⁻i θ എന്നാൽ ഇസ് എ പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെന്റേഷൻ ഓഫ് ദി സർക്കിൾ മോഡ് z is equal to r. നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഒരുപാട് പഠിച്ചിരുന്നു അല്ലേ, സർക്കിളിൻ്റെത് അതുപോലെ തന്നെ എലിപ്സിൻ്റെതൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ മോഡ് z is equal to, ഇവിടെ സെന്റർ എന്താണ്, സെന്റർ 0 ആൻഡ് റേഡിയസ് r. സെന്റർ z0 എന്നുള്ളൊരു പോയിന്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, z മൈനസ് z0 ഈക്വൽ ടു r e⁻i θ എന്ന് എഴുതാം. ദാറ്റ് ഈസ് z is equal to z0 plus r e⁻i θ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ, അതാണ് z മൈനസ് 0 ആണ് ശരിക്കും r e⁻i θ എന്ന് പറയുന്നത്. അതാണ് z is equal to r e⁻i θ എന്ന് എഴുതുന്നത്. z മൈനസ് z0 is equal to r e⁻i θ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, z is equal to z0 plus r e⁻i θ. ഇവിടെ സെന്റർ z0ഉം റേഡിയസ് എന്താണ്, r ആണ്. ഇനി ഇതിന്റെ ജോമെട്രിക് റെപ്രസെന്റേഷൻ വരച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് z r e⁻i θ. അതായത് എന്താണ്, ഇവിടെ സെന്റർ 0 ആണ് അല്ലേ, റേഡിയസ് r ആണ്, ഇതാണ് ആർഗ്യുമെന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. അതുപോലെ ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് z is equal to z0 plus r e⁻i θ. അതായത് ഇവിടെ സെന്റർ എന്താണ്, z0 ആണ് അല്ലേ. z0 ആകുമ്പോൾ z മൈനസ് z0 എന്നുള്ളതാണ് വരിക അല്ലേ, z മൈനസ് z0. ഇത് തമ്മിലുള്ള ഡിഫറൻസ് r e⁻i θ ആണ്, r ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഒറിജിനിൽ നിന്നും z-ലേക്കും ഒറിജിനിൽ നിന്ന് z0ലേക്കുള്ള ഡിസ്റ്റൻസ് വരച്ചതിന് ശേഷം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് എന്ത് വരുന്നത്, r അല്ലേ, r എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആംഗിൾ, അതായത് ആർഗ്യുമെന്റ് തീറ്റയാണ്. ഇതാണ് ജോമെട്രിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ എക്സ്പോണൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് വരുന്നത് പവേഴ്സ് ആൻഡ് റൂട്ട്സ് ആണ്. പവേഴ്സ് ആൻഡ് റൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഒരു നമ്പറിന്റെ പവറും റൂട്ടും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ. അപ്പോൾ കോംപ്ലക്സ് നമ്പറിന്റെ നമ്മൾ എങ്ങനെ പവറും റൂട്ടും കാൽക്കുലേറ്റ് ചെയ്യാം, അതിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഫോർമുല ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു z1 z2 രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരുന്നു പറഞ്ഞു, z1 into z2 is equal to r1 r2 cos θ1 plus θ2 plus i into sin θ1 plus θ2 അല്ലേ. ഇതാണ് നമ്മളൊരു കേസ് പറയുന്നത്. അതുപോലെ തന്നെ z1 by z2 പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇതിന്ന് z1 ഉം z2 രണ്ട് കോംപ്ലക്സ് നമ്പറിലാണ് അല്ലേ. സപ്പോസ് ഞാനിവിടെ ലെറ്റ്സ് z1 equal to z2 എന്നും ആൻഡ് ലെറ്റ്സ് z2 is equal to z എന്നെടുത്തു. z1 ഉം z ആണെന്ന്, z1 ഉം z ആണ്, z2 ഉം z ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചേഞ്ച് വരും, z1 into z into z എന്ന് വരും അല്ലേ. z into z എന്ന് പറഞ്ഞാൽ z സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് വരും, z1
എന്തായിട്ട് മാറി? സെഡ് ആയിട്ട് മാറി. സെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സെഡ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് R1 ഇൻറ്റു R2 എന്നുള്ളത് R ആയിട്ടുണ്ടാകും. കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നുള്ളത് തീറ്റ എന്നായിട്ടുണ്ടാവും. ക്ലിയർ ആയില്ലേ? കംപ്ലീറ്റ് ഈ സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? R1 ഇൻറ്റു R2 പറഞ്ഞാൽ ആർ സ്ക്വയർ കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നുള്ളത് എന്തായിട്ട് മാറും? തീറ്റ പ്ലസ് തീറ്റ അല്ലേ. അതായത് എന്തായിട്ട് മാറും? 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ എന്നായിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോൾ നമുക്ക് സെഡ് സ്ക്വയർ എങ്ങനെ എഴുതാം അല്ലേ. അതുപോലെ സെഡ് ക്യൂബ് എങ്ങനെ എഴുതാം? സെഡ് ക്യൂബ് ഈക്വൽ ടു, സെഡ് ക്യൂബിനെ എങ്ങനെ എഴുതാം? സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതായത് സെഡ് ക്യൂബ് എന്ത് വരും? സെഡ് ക്യൂബ് ഇസ് ഈക്വൽ ടു ആർ ക്യൂബ് ഇൻറ്റു കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ. ഓക്കെ, അപ്പോൾ സെഡ് ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ കോസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റയാണ്. സെഡ് ക്യൂബ് ആർ ക്യൂബ് കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റയാണ്. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോയാൽ നമുക്ക് സെഡ് റേസ് ടു എന്നിനെ എങ്ങനെ എഴുതാം? സെഡ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ആർ റേസ് ടു എൻ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. അതായത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി? പവർ ഓഫ് എ കോംപ്ലക്സ് നമ്പർ അല്ലേ. സെഡ് റേസ് ടു എൻ എന്താണ്? പവർ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് സെഡ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ആർ റേസ് ടു എൻ കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. ഇവിടെ ആർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ്. സെഡ് എന്താണ് ശരിക്കും? സെഡ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലേ. ഐ സൈൻ തീറ്റ ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇത് 1 ആയില്ലേ. 1 റേസ് ടു എൻ വേണ്ട കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഫോമാണ്. സെറ്റ് ഇസ് ഈക്വൽ ടു ആർ റേസ് ടു എൻ. അപ്പോൾ ആ നമ്പറിനെ നമ്മൾ ഓൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? അതിന്റെ പവർ എങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമുല ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡി മോവേഴ്സ് ഫോർമുല. ക്ലിയർ? ഈ കിട്ടിയതിന് ആറിന് 1 കൊടുത്താൽ ഡി മോവേഴ്സ് ഫോർമുല ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ പവർ പറഞ്ഞത് എന്തായിരുന്നു? പോസിറ്റീവ് നമ്പേഴ്സിനായിരുന്നു അല്ലേ. സപ്പോസ് ഇതിന്റെ നെഗറ്റീവ്, അതായത് സെഡ് ക്യൂബ് എന്നുള്ളതിന് സെഡ് റേസ് ടു -3 സെഡ് റേസ് ടു -n അങ്ങനെ ആകുമ്പോൾ എന്താ ചേഞ്ച് വരിക? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സെഡ് റേസ് ടു -n ഒക്കെ ആകുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നമുക്ക് 1/z എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് റേസ് ടു -1 സെഡ് റേസ് ടു -1 എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു ഇൻവേഴ്സ് പറഞ്ഞിരുന്നത് 1/r ഇൻറ്റു കോസ് -θ പ്ലസ് ഐ സൈൻ -θ അല്ലേ. ഇങ്ങനെ പറഞ്ഞിരുന്നു. അതായത് അപ്പോൾ നമുക്ക് സെഡ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? സെഡ് റേസ് ടു -2നെ എങ്ങനെ എഴുതാം? ഇവിടെ പവർ നെഗറ്റീവാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഇതെന്ന് പറഞ്ഞാൽ സെഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ആർ റേസ് ടു -1 കോസ് -θ പ്ലസ് ഐ സൈൻ -θ എന്ന് എഴുതാം. അപ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? ആർ റേസ് ടു -2 കോസ് -2θ പ്ലസ് ഐ സൈൻ -2θ അല്ലേ. അതിന് നേരെ നെഗറ്റീവ്. ദാറ്റ് ഈസ് ഇവിടെ എന്ത് എഴുതാം? സെഡ് റേസ് ടു -n ഇസ് ഈക്വൽ ടു ആർ റേസ് ടു -n കോസ് n θ പ്ലസ് ഐ സൈൻ -n θ. അതായത് നെഗറ്റീവിൻ്റെ പവർ റൂട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ പോസിറ്റീവിൻ്റെ ആയാലും നെഗറ്റീവിൻ്റെ ആയാലും പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലായി. ഇനി റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പറാണ് ഇനി വരുന്നത്. nth റൂട്ട് ഓഫ് എ നോൺ സീറോ കോംപ്ലക്സ് നമ്പറാണ്. സപ്പോസ് ഒരു നമ്പർ എടുക്കുകയാണ്. ലെറ്റ് W be the nth റൂട്ട് ഓഫ് എ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ Z. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? W റേസ് ടു n is equal to Z ആയിരിക്കും അല്ലേ. W nth റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ Z എന്ന് പറഞ്ഞാൽ W റേസ് ടു n is equal to Z എന്ന് എഴുതാം അല്ലേ. സപ്പോസ് ലെറ്റ് W is equal to റോ കോസ് 5 പ്ലസ് ഐ സൈൻ 5 എന്ന് എടുത്തു. അപ്പം ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. W റേസ് ടു n is equal to Z implies W എന്താണ്? റോ cos 5 plus I sin 5 equal to all raised to n അല്ലേ. all raised to n equal to Z എന്താണ്? Z എന്ന് പറഞ്ഞാൽ r cos θ plus I sin θ ആണ് അല്ലേ. implies ഇതിന് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ഒരു കോംപ്ലക്സ് നമ്പറിനെ സംബന്ധിച്ചിടത്തോളം പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് cos 5
പ്ലസ് ഐ സൈൻ ഫൈ ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് എഴുതാം ഇവിടെ കോസ് എൻ ഫൈ പ്ലസ് ഐ സൈൻ എൻ ഫൈ എന്ന് എഴുതാം അല്ലേ. റോ എന്നുള്ളത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, റോ റേസ് ടു എൻ കോസ് എൻ ഫൈ പ്ലസ് ഐ സൈൻ എൻ ഫൈ എന്ന് എഴുതാം. ഓക്കെ, ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഓക്കെ, ഇംപ്ലൈസ് ഇതിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും, റോ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു ആർ ആണ് കിട്ടും. മാഗ്നിറ്റ്യൂഡ് രണ്ട് സെയിം ആണ് കിട്ടും അല്ലേ. അതുപോലെ എന്ത് കിട്ടും, കോസ് എൻ ഫൈ ഈക്വൽ ടു കോസ് തീറ്റ ആണെന്ന് കിട്ടും. അതുപോലെ സൈൻ എൻ ഫൈ ഈക്വൽ ടു സൈൻ തീറ്റ ആണെന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം, റോ എന്താണെന്ന് എഴുതാം, റോ ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു 1/n അല്ലേ. ഇതിന് റോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിന്റെ പവർ ആണ്, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ റൂട്ട് ആയിട്ട് മാറും അല്ലേ. റോ ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു 1/n ആൻഡ് എൻ ഫൈ എന്ത് വരും, ഇവിടുന്ന് നമ്മൾ എൻ ഫൈ ഇതാണ് കാണുന്നത്. എൻ ഫൈ ഇവിടെ കോസും സൈനും ആണ് അല്ലേ. അതായത് കോസും സൈനും എന്താണ്, പീരിയോഡിക് 2π പീരിയോഡിക് ആണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്കറിയാം 2π മൾട്ടിപ്പിൾസ്, 2πന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും ആംഗിൾ വരും അല്ലേ. അതായത് തീറ്റ പ്ലസ് 2π ഉണ്ടാവും, 2kπ എന്ന് എഴുതാം. ഈ k എന്ന് പറയുന്നത് ഏത് ഇൻറ്റീജറും ആവാം. അപ്പോൾ നമുക്ക് എൻ ഫൈ ഈക്വൽ ടു തീറ്റ പ്ലസ് 2kπ കിട്ടി. ഇംപ്ലൈസ് ഇതിന് എങ്ങനെ എഴുതാം, റോ ഇസ് ഈക്വൽ ടു ആർ റൈസ് ടു 1/n ആൻഡ് ഫൈ. ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റ് വരുന്നത് അല്ലേ. തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് ബൈ n വരും. ഓക്കെ, ഫൈ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ n ഡിനോമിനേറ്റർക്ക് പോകും. അപ്പോൾ റോയും മാഗ്നിറ്റ്യൂഡും കിട്ടി, ഇവിടെ ആംഗിളും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഡബ്ല്യൂവിനെ എങ്ങനെ എഴുതാം, ഡബ്ല്യൂ എന്നുള്ള ഈ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു 1/n ആണല്ലേ. ഇത് നമുക്ക് എന്ത് എഴുതാം, ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു സെഡ് റേസ് ടു 1/n എഴുതാം. ദാറ്റ് ഈസ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു ഇതിന് എന്ത് എഴുതാം, ആർ റേസ് ടു 1/n. ഇതാണ് മാഗ്നിറ്റ്യൂഡ് അല്ലേ, ആർ റേസ് ടു 1/n. കോസ് ആംഗിൾ എന്താ വരുന്നത്, തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് ബൈ n പ്ലസ് ഐ ഇൻറ്റു സൈൻ വീണ്ടും തന്നെ അല്ലേ തീറ്റ വേർ k is an integer കിട്ടില്ലേ. അപ്പം നമുക്ക് ഇതുവരെ കിട്ടില്ലേ. ഇവിടെ kന്റെ വാല്യൂ, k എന്താണെന്ന് പറഞ്ഞത്, ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞത് അല്ലേ. k ഇൻറ്റിജർ ആണ്. സപ്പോസ് k എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ k ഈക്വൽ ടു 0 1 2 എക്സെട്ര n-1 വരെ കൊടുക്കുമ്പോൾ നമുക്ക് n-1 വരെ പറയുമ്പോൾ n റൂട്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. n ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് റൂട്ട്സ് തന്നെ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും, ആർഗ്യുമെന്റ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, അതായത് ആർ റേസ് ടു n സെയിം മോഡുലസ്, അതായത് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, ഇത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ ആർഗ്യുമെന്റ് ആയിരിക്കും എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്ത് എടുക്കുകയാണ്, k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n കേസ് എടുക്കുകയാണ്. k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആവുമ്പോൾ സെയിം റൂട്ട് ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് എന്താ കാരണം, സെയിം റൂട്ട് ആവാനുള്ള കാരണം, n-ന്റെ വാല്യൂ ഒന്നെങ്കിൽ എന്നോ അതിനേക്കാൾ വലുതാവുക പറഞ്ഞാൽ ഇവിടെ n അല്ലേ. അപ്പോൾ k n ആയി കഴിഞ്ഞാൽ എന്ത് വരും, 2nπ/n അല്ലേ, അതായത് 2π എന്ന് വരും. അതായത് നമുക്കറിയാം കോസും സൈനും പീരിയോഡിക് ആണ്, ഇത് 2π അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും, സെയിം റൂട്ട്സ് വരാം. നമ്മൾ സപ്പോസ് k ഈക്വൽ ടു സപ്പോസ് n+m എടുത്തു. n+m എന്ന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് വരും, വേറെ ഇവിടെ m വാരീസ് ഫ്രം 0 1 2 എക്സെട്ര അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫൈ എന്തായിട്ട് മാറും, ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എഴുതിയിരുന്നത് എന്താണ്, ഫൈ എന്ന് പറഞ്ഞാൽ തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് ബൈ n ആണ് ഇതിൽ. അപ്പോൾ ഇവിടെ kയുടെ പ്ലേസിൽ എന്തായിട്ട് മാറും, n+1 m അല്ലേ. അപ്പോൾ എന്താ വരും, തീറ്റ പ്ലസ് 2n+m π ഡിവൈഡഡ് ബൈ n വരും ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, തീറ്റ പ്ലസ് 2m π ഡിവൈഡഡ് ബൈ n പ്ലസ് 2π എന്ന് എഴുതി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വരും അല്ലേ. തീറ്റ പ്ലസ് 2m π പ്ലസ് 2n π ഡിവൈഡഡ് ബൈ n ഉണ്ടാവുക, അതായത് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വരും. അപ്പം നമുക്ക് 2π പീരിയോഡിക്കിൽ ഇത് സെപ്പറേറ്റ് ആയി കിട്ടില്ലേ, തീറ്റ പ്ലസ് 2m π ഡിവൈഡഡ് ബൈ n ആണ്. ഫൈ ഇപ്പം നമുക്ക് കിട്ടി, ഇതാണുള്ളത്. അതായത് നമുക്ക് എന്ത് എഴുതാം, k വരെ ഉള്ളതിന്, അതായത് WK ഇതാണ് എന്ത് വരുന്നത്, WK ആണ് nth റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ വരുന്നത്. ഓക്കെ, കാരണം ഇവിടെ k വരെ നമ്മൾ എടുക്കുന്ന വാല്യൂ k വരെ, k ഏതാണ് 0 1 2 എക്സെട്ര n-1 വരെ ഉള്ളതിന് ഇത് കറക്റ്റ് ആയിരിക്കും, ആർഗ്യുമെന്റ് ഇത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അതിന് ശേഷമുള്ളതിലേക്ക് കൺവേർട്ട് പോകുമ്പോൾ വാല്യൂ ചേഞ്ച് വരും അല്ലേ. അപ്പം നമുക്ക് WK is equal to r raised to 1/n cos theta plus 2kπ divided by n plus I into sin theta plus 2kπ divided by n. ഇതാണ് ഇത് വരുന്നത് nth root of a non-zero complex number z. Z is equal to r cos theta plus I sin theta. ഈ ഒരു k അല്ലേ, k equal to 0 ആവുന്ന കേസ്, അതായത് W0 എന്ന് എഴുതുന്നത്, W0 is equal to r raised to 1/n cos
2k/0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 അല്ലേ, അതായത് 2 0 എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകും, 0 ആയിട്ട് പോകും, അതായത് θ/n ഉണ്ടാവുള്ളൂ പിന്നെ അല്ലേ. cos θ/n പ്ലസ് i sin θ/n. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ nth റൂട്ട്. W0 = r⁴ cos θ/n പ്ലസ് i sin θ/n എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ nth റൂട്ട്. ഇനി ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പ്രോബ്ലം നോക്ക്. ഫൈൻഡ് ദ 3 ക്യൂബ് റൂട്ട്സ് ഓഫ് -8i. -8ന്റെ 3 ക്യൂബ് റൂട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് -8 ആണ്, z = -8i ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം ഇതിന്റെ പോളാർ ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് പോളാർ ഫോം എഴുതാം? z = -iന്റെ പോളാർ ഫോം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, എന്നിട്ട് അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. z = -iന്റെ പോളാർ ഫോം ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്തായിരുന്നു? ഇവിടെ x എന്താ വരുന്നത്? x = 0 and y = -1 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ ടാൻ ഇൻവേഴ്സ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് y/x കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ π/2 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ആൻസർ ഞാൻ പറയുന്നത് π/2 ആണ് വരുന്നത് കേട്ടോ. ആംഗിൾ വരുന്നത് എന്താണ്? -π/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതി കൊടുക്കാം. -8i എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? -8 ഇൻറ്റു -8i = 8 ഇൻറ്റു -i. -iന്റെ വാല്യൂ ഇപ്പോൾ എന്താ വരുന്നത്? പോളാർ ഫോം എന്ന് പറയുന്നത് z = -i എന്ന് പറഞ്ഞാൽ cos -π/2 പ്ലസ് i sin -π/2 ഇതാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഏത് റൂട്ടാണ്? നമുക്ക് 3 ക്യൂബ് റൂട്ട്സ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ 3 റൂട്ട് വേണം. റൂട്ടിന്റെ അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? 3 cos -π/2 പ്ലസ് 2kπ പ്ലസ് i ഇൻറ്റു സൈൻ എന്ത് വരും? -π/2 പ്ലസ് 2kπ. പിന്നെ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്കിനി -8i⁴ 1/3 ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് എഴുതാം, ഇത് ⁴ 1/3 എന്ന് അല്ലേ. 8 ഇൻറ്റു cos -π/2 പ്ലസ് 2kπ പ്ലസ് i sin -π/2 പ്ലസ് 2kπ പ്ലസ് ⁴ 1/3 എന്ന് വരും അല്ലേ. അപ്പോൾ 8 ⁴ 1/3 എന്ന് പറഞ്ഞാൽ വരും 8ന്റെ ക്യൂബിക് റൂട്ട് എന്താ വരും? 2 അല്ലേ. ⁴ 2 വരും. പിന്നെ ഇത് അല്ലേ, ഇതിൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞിരുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ നമ്മൾ എങ്ങനെയാണ് z⁴ എഴുതിയിരുന്നത്? z⁴ എന്ന് പറഞ്ഞാൽ cos 1/n θ പ്ലസ് i sin 1/n θ എന്നാണ് എഴുതിയിരുന്നത് അല്ലേ. 1/n ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു പറയാം. അപ്പോൾ അവിടെ 1/3 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ഉള്ളിലാതിന് ഒരു 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എന്തൊരു cos 1/3 ഇതിനെ ഈ ആംഗിളിന് ഒരു 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? -π/2 എന്നുള്ളത് എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും അല്ലേ. 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ആയിട്ട് വരും. പ്ലസ് ഇവിടെ 2kπ/3 എന്ന് വരും അല്ലേ. നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ 2kπ/3 പ്ലസ് i ഇൻറ്റു സൈൻ അതും അതുപോലെ തന്നെ വരും. സൈൻ -π/6 പ്ലസ് 2kπ/3 വരും അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 3 റൂട്ട്സ് ആണ് അല്ലേ. 3 ക്യൂബിക് റൂട്ട്സ് ഓഫ് -8 ആണ്. അപ്പോൾ നമുക്ക് k = 0 1 2 ഈ 3 വാല്യൂ കൊടുക്കാം. അപ്പോൾ 0 1 2 പറഞ്ഞാൽ 3 വാല്യൂ ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് വാല്യൂ അതായത് kക്ക് 0 കൊടുക്കുക ആദ്യം. kക്ക് 0 കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഇത് അല്ലേ. ഫസ്റ്റ് വാല്യൂ എന്ത് വരും? നമുക്ക് 3 വാല്യൂ ആണ് അല്ലേ. ഫസ്റ്റ് W0 W1 W2 ഈ 3 നമുക്ക് വേണ്ടത്. ഫസ്റ്റ് W0 കാണാം, അതായത് പ്രിൻസിപ്പിൾ nth റൂട്ട് അല്ലേ. നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ nth റൂട്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2 cos -π/6 പ്ലസ് ഇതിന് 0 വരും 6 പ്ലസ് i sin -π/6 വരും. ഇതാണ് ഫസ്റ്റ് റൂട്ട് വരുന്നത്. ഈക്വൽ ടു 2 ഇൻറ്റു cos -π/6 എന്തായിരുന്നു? √3/2 ആണ്. പ്ലസ് i sin -π/6 എന്ന് പറഞ്ഞാൽ -1/2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇത് √3 -i/2 എന്നുണ്ടാവും അല്ലേ. √3 2 ഇൻറ്റു √3 -i/2 എന്നുണ്ടാവും. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് √3 - i എന്നുള്ളതാണ് W0 വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ വാല്യൂ വരുന്നത്. ഇനി രണ്ടാമത്തെ W1 നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? W1 = 2 ഇൻറ്റു cos ഇവിടെ അല്ലേ, ഇവിടെ കേക്ക് 1 വരും, അതായത് എന്തൊരു -π/6 പ്ലസ് കേക്ക് 1 വന്നാൽ എന്തൊരു 2π/3 വരും. ഓക്കെ, പ്ലസ് i ഇൻറ്റു സൈൻ ഇതുപോലെ തന്നെ വരും, എന്തൊരു -π/6 പ്ലസ് 2kπ/3. ഇതിനെങ്ങനെ എഴുതാം? 2 cos -π/6 പ്ലസ് 2π/3 എന്ന് പറഞ്ഞാൽ -3π പ്ലസ് 12
പൈ ഡിവൈഡ് ബൈ 18 വരും. അതായത് കോസ് എന്ത് വരും, ഇത് 9 പൈ ബൈ 18 വരും. അതായത് പൈ ബൈ 2 അല്ലേ. കോസ് പൈ ബൈ 2 പ്ലസ് ഐ സൈൻ ഇത് അതുപോലെ തന്നെ പൈ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് പൈ ബൈ 2 എന്തായിരുന്നത് 0 പ്ലസ് ഐ സൈൻ ബൈ 2 പറഞ്ഞാൽ 1 പൈ ഇൻറ്റു 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i. ഇതാണ് എന്ത് വരുന്നത് W1 വരുന്നത്. ഇനി അതുപോലെ W2 കാൽക്കുലേറ്റ് ചെയ്യാം. W2 is equal to എങ്ങനെ എഴുതാം, 2 കോസ് മൈനസ് പൈ ബൈ 6 പ്ലസ് ഇവിടെ 2 വരില്ല, അതായത് 4 പൈ ബൈ 3 വരും പ്ലസ് ഐ സൈൻ ഇവിടെ അതുപോലെ തന്നെ എന്ത് വരും ഈക്വൽ ടു 2 കോസ് മൈനസ് പൈ ബൈ 6 പ്ലസ് 4 പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് പൈ ബൈ 6 ആണ് വരുന്നത് കേട്ടോ. പ്ലസ് ഐ ഇൻറ്റു സൈൻ മൈനസ് പൈ ബൈ 6 വരും. ഓക്കെ, ഈക്വൽ ടു 2 ഇൻറ്റു കോസ് മൈനസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ ഇതൊരു മൈനസ് റൂട്ട് 3 ബൈ 2 പ്ലസ് ഐ ഇൻറ്റു സൈൻ മൈനസ് ബൈ 3 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ബൈ 2 വരും. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇതിൽ 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇപ്പോൾ മൈനസ് റൂട്ട് 3 മൈനസ് ഐ എന്നുള്ളതാണ് എന്ത് വരുന്നത് W2 വരുന്നത്. അപ്പോൾ നമുക്ക് W0 കിട്ടി റൂട്ട് 3 മൈനസ് ഐ, അതുപോലെ W1 കിട്ടി 2i, W2 കിട്ടി മൈനസ് റൂട്ട് 3 മൈനസ് ഐ എന്നുള്ളത്. അപ്പോൾ 3 റൂട്ട് കിട്ടിയില്ലേ, 3 വാല്യൂ ക്യൂബിക് റൂട്ട്സ് ഓഫ് -8 ആയി കിട്ടി. ക്ലിയർ ആയില്ലേ എങ്ങനെ ചെയ്തത്?